എന്താ അമ്മ? നീയും സച്ചിയും കൂടെ ഞങ്ങളെ ചതിക്കുവോ? അമ്മ എന്തായി പറയുന്നത്? എനിക്കറിയണം. അനൂപിനെ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കുവോ അതോ അവനെ കൊല്ലാൻ വേണ്ടി ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കുവോ? എന്താ നീ മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അച്ചു? അനൂപിനെ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് സച്ചി വാക്ക് കൊടുത്തോ? എന്താ അച്ചു, ഞാൻ ചോദിച്ചിട്ടൊന്നും നിനക്ക് ഉത്തരവില്ലേ? അനൂപിനെ ഞങ്ങക്ക് ജീവനോടെ തിരിച്ചു കിട്ടുവോ അതോ സച്ചി നീയും കൂടി ഞങ്ങളെ കരയിക്കുവോ? അമ്മ, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടെ കേക്ക്. ഞങ്ങൾക്ക് അതൊന്നും കേക്കണ്ട. ഒന്ന് മാത്രം അറിഞ്ഞാ മതി. സച്ചി അനൂപിനെ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞോ? പറഞ്ഞു. ചതിച്ചോ എന്റെ ദൈവമേ? അമ്മ, ആരും ചതിച്ചിട്ടില്ല. അപ്പോഴത്തെ സാഹചര്യത്തില് സച്ചേട്ടൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യ. പക്ഷേ അത് എന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. അല്ലാതെ സച്ചേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അനൂപിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വന്നത്. അനുപേട്ടൻ മനഃപൂർവ്വം നിങ്ങളുടെ സഹോദരിയെ വണ്ടിയിടിച്ച് കൊന്നതല്ല. അതൊരു അബദ്ധം പറ്റിയതാ. അല്ലാതെ അനുപേട്ടനും ആ കുട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ നഷ്ടപ്പെട്ടത് എനിക്കാ. അവനെ എനിക്ക് കിട്ടിയില്ല. പകരം നിന്നെ മതി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയൊക്കെ പറയുന്ന പഴയ സ്റ്റൈലില്ലേ, അത് തന്നെ. എന്റെ സഹോദരിക്ക് പകരം അവന്റെ സഹോദരി. വേറൊന്നും തോന്നരുത്, നിന്നെ ഞാൻ കൊല്ലും. ഇതാ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാനും ആദ്യം സച്ചേട്ടനെ തെറ്റിദ്ധരിച്ചു എന്നുള്ള സത്യ. അതിന്റെ പേരിൽ സച്ചേട്ടനോട് വഴക്കിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അനുപേട്ടനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കും. മീരടുത്തോട് സമാധാനമായിട്ടിരിക്കാൻ പറ. അനുപേട്ടനെ ഞങ്ങൾ കൊണ്ടുവരും. മോളെ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യം. അതൊന്നും എനിക്കറിയണ്ട. എന്റെ അനൂപേട്ടൻ എന്തെങ്കിലും സംഭവിച്ച ഞാനും എന്റെ കുഞ്ഞും പിന്നെ ജീവിച്ചിരിക്കില്ല. ഞങ്ങളുടെ ശവം നിങ്ങൾ കാണും. എന്റെ ഈശ്വര, ഈശ്വര.